welcome to a new video. Today we discuss the terms absolute convergence and conditional convergence of a series. Okay. The last class like we series then series in the convergence test method എന്താണ് absolute convergence and conditional convergence? What is the difference between these two terms? Okay. അപ്പോൾ ആദ്യം നമുക്ക് absolute convergence. Let sigma n ranging from 1 to infinity a and b a given series. Let sigma n ranging from 1 to infinity a and b a given series. Then first നമ്മൾ പറയുന്നത് absolute convergence എന്താണ്? If sigma n ranging from 1 to infinity modulus of a n is convergent then we say that sigma n ranging from 1 to infinity a n converges absolutely. എന്താണ് പറഞ്ഞത്? If sigma n ranging from 1 to infinity modulus of a n is convergent, then we say that the given series converges absolutely. ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്ന സീരീസിന്റെ അബ്സല്യൂട്ട് സീരീസ് ഒരു കൺവേർജന്റ് ആണെങ്കിൽ നമുക്ക് തന്ന സീരീസിനെ നമ്മളൊരു അബ്സല്യൂട്ട് കൺവേർജന്റ് സീരീസ് എന്ന് പറയും. ഗിവൺ സീരീസ് കൺവേർജന്റ് ആണോ അല്ലെന്നല്ല, ഗിവൺ സീരീസിന്റെ മോഡുലസ് എടുക്കുക. ഇപ്പോൾ ഇത് എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് നമുക്ക് തന്ന സീരീസ് 1 -1/2 + 1/3 - 1/4 എന്നൊരു സീരീസ് ഉള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സിഗ്മ n ranging from 1 to infinity a എന്ന് പറയുന്ന സീരീസ് ആണ്. ഓക്കെ, ഇത് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുക? സിഗ്മ n ranging from 1 to infinity modulus of a n കൺസിഡർ ചെയ്യാം. അപ്പോൾ മോഡുലസ് ഓഫ് a എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എല്ലാ ടേംസിന്റെയും മോഡുലസ് ആയിരിക്കും അല്ലേ? ദീസ് മോഡുലസ് ഓഫ് 1 എന്ന് പറയുമ്പോൾ 1 തന്നെ, മോഡുലസ് ഓഫ് -1/2 എന്ന് പറയുമ്പോൾ +1/2, മോഡുലസ് ഓഫ് 1/3 എന്ന് പറയുമ്പോൾ +1/3, മോഡുലസ് ഓഫ് -1/4 എന്ന് പറയുമ്പോൾ +1/4. ഈ സീരീസ് ഞാൻ ഇതിന്റെ അബ്സല്യൂട്ട് സീരീസ് എന്നാണ് പറയുന്നത്. അബ്സല്യൂട്ട് സീരീസ്. ഈ അബ്സല്യൂട്ട് സീരീസ് ഒരു കൺവേർജന്റ് സീരീസ് ആണെങ്കിലാണ് നമ്മൾ ഗിവൺ സീരീസിനെ ഒരു അബ്സല്യൂട്ട്ലി കൺവേർജന്റ് സീരീസ് എന്ന് പറയും. ക്ലിയർ അല്ലേ? If sigma n ranging from 1 to infinity a and b a given series, if sigma n ranging from 1 to infinity modulus of a n is convergent, then the series converges absolutely. Then conditional convergence എന്താണ്? ഓക്കെ, സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞത് കണ്ടീഷണൽ കൺവേർജൻസ്. നമുക്ക് തന്ന ഈ സീരീസ് ഉണ്ടല്ലോ, സിഗ്മ n ranging from 1 to infinity a എന്നുള്ളൊരു സീരീസ് തന്നിട്ടുണ്ട്. ഓക്കെ, if sigma n ranging from 1 to infinity a n is converges, but sigma n ranging from 1 to infinity modulus of a n diverges, then we say that the sigma n ranging from 1 to infinity is converges conditionally. എന്താണ് പറഞ്ഞത്? മാറിപ്പോകരുത്. എന്താണ്? നമുക്ക് തന്ന സീരീസ് കൺവേർജന്റും അതിന്റെ അബ്സല്യൂട്ട് സീരീസ് ഡൈവേർജന്റും ആണെങ്കിൽ നമ്മൾ പറയുന്ന നിയമം എന്താണ്? The given series converges conditionally. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
Let is sigma an be a given series. If its absolute series converges, then we say that the given series is absolutely convergent series. Okay. Second ആയിട്ട് പറഞ്ഞത്, if the given series converges but the absolute series is divergent, then the given series is said to be converges conditionally. ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ഗിവൺ സീരീസിൻ്റെ അബ്സല്യൂട്ട് സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനൊരു അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസ് എന്ന് പറയും. ആ സീരീസ് കൺവേർജൻറ്റും അബ്സല്യൂട്ട് സീരീസ് ഡൈവേർജൻറ്റും ആണെങ്കിൽ ആ സീരീസിന് നമ്മൾ എന്ത് പറയും? ഒരു കണ്ടീഷണലി കൺവേർജൻറ്റ് സീരീസ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ഒരു ചെറിയ തിയറം ആണ്. അബ്സല്യൂട്ട്ലി കൺവേർജൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ തിയറം. സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എവരി അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസ് ഈസ് കൺവേർജൻറ്റ്. ഇതാണ് എവരി അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസ് ഈസ് കൺവേർജൻറ്റ് ആണ്. ഓക്കെ, ചെറിയൊരു പ്രൂഫാണ്, നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ് സിഗ്മ എൻ ബി എ ഗിവൺ സീരീസ്, ദെൻ ഗിവൺ ദാറ്റ് ഓക്കെ ഇത് സിഗ്മ എ എൻ ബി എ ഗിവൺ സീരീസ്. ഓക്കെ, എന്താണ് ഗിവൺ ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. ഗിവൺ ദാറ്റ് ദി സീരീസ് ഈസ് absolutely convergent. That means എന്താണ്? By definition of absolutely convergent എന്താണ്? Sigma n ranging from 1 to infinity modulus of an converges. അല്ലേ? അബ്സല്യൂട്ട്ലി കൺവേർജൻസിന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? ഒരു സീരീസിൽ അബ്സല്യൂട്ട്ലി കൺവേർജൻ എന്ന് പറഞ്ഞാൽ സിഗ്മ n ranging from 1 to infinity modulus of an converges എന്ന് പറയും. Now we have to prove that the series an is converges. Okay, for that consider the inequality minus modulus of an less than or equal to an is less than or equal to modulus of an for every n. For any positive integer n നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ജസ്റ്റ് ഒരു പോസിറ്റീവ് എ എൻ മോഡുലസ് ഓഫ് എ എന്നെ ഒന്ന് ആഡ് ചെയ്യും ഇനീക്വാളിറ്റിൻ്റെ എല്ലാ സൈഡിലും. ഇറ്റ് ഈസ് മോഡുലസ് ഓഫ് എ എൻ മൈനസ് മോഡുലസ് ഓഫ് എ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ എൻ പ്ലസ് എ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ എൻ പ്ലസ് മോഡുലസ് ഓഫ് എ എൻ. ഇസ് ട്രൂ ഫോർ എവറി എൻ. എന്താ കിട്ടുക? മോഡുലസ് ഓഫ് എ എൻ മൈനസ് മോഡുലസ് ഓഫ് എ എന്ന് പറയുമ്പോൾ 0 is less than or equal to modulus of an plus an is equal to modulus of an plus modulus of an എന്ന് പറയുമ്പോൾ 2 into modulus of an അല്ലേ? ഓക്കെ, സോറി, ഇവിടെ ലെസ് താൻ or equal to. ഇനി ഇവിടെ നമുക്ക് എന്താ പറയാം? ഇവിടെ ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? മോഡുലസ് ഓഫ് an plus an is less than or equal to 2 into modulus of an എന്ന് പറയാൻ പറ്റും ആണ് കിട്ടിയത് ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ എന്താണ് പറഞ്ഞിരുന്നത്? നമ്മൾ എ ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ ഫോർ എവറി ഐ ആൻഡ് ഇഫ് ദ സീരീസ് ബി ഐ ഈസ് കൺവേർജസ് ദെൻ ദ സീരീസ് എ ഐ ഈസ് ഓൾസോ കൺവേർജസ്. അല്ലേ? അതാണ് നമ്മൾ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ പറഞ്ഞത്. അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ? അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എല്ലാ എന്നിനും ഈ ടേംസ് ലെസ് താൻ ആണ്. അതായത് ഈ സീരീസിലെ ടേംസ് ഈ സീരീസിലെ ടേംസുമായി ലെസ് താൻ കിട്ടുക. അതായത് എ ഐ ലെസ് താൻ ഈക്വൽ ടു ബി ഐ എന്നുള്ള ആ ഒരു ഇനീക്വാളിറ്റിയാണ് ടി കിട്ടിയിരിക്കുന്നത്. മോഡുലസ് ഓഫ് എ എൻ പ്ലസ് എ എൻ ഈസ് ലെസ് താൻ ഈക്വൽ ടു 2 into മോഡുലസ് ഓഫ് എ എൻ ഫോർ എവറി എൻ. ഓക്കെ, ഇനി നമുക്ക് എന്താ അറിയാം? മോഡുലസ് ഓഫ് എ എൻ എന്നുള്ള എന്താണെന്നുള്ളത് നമുക്ക് കൺവേർജൻസ് ആണ് അല്ലേ? സീരീസ് മോഡുലസ് ഓഫ് എ എൻ കൺവേർജൻ്റ് ആണെന്ന് നമുക്കറിയാം. സോ 2 into മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റോ യൂസ് ചെയ്തിട്ട് എന്തായിരിക്കും? ഒരു കൺവേർജൻ സീരീസ് ആയിരിക്കുമല്ലോ. ഈ സീരീസ് ഒരു കൺവേർജൻ സീരീസ് ആണ്. ദെൻ ബൈ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് സീരീസ് ഈസ് ഓൾസോ കൺവേർജൻ. ഓക്കെ, ദെൻ ബൈ കമ്പാരിസൺ ടെസ്റ്റ്
ടെസ്റ്റ് എന്താ പറയാ, ദ സീരീസ് n ranging from 1 to infinity modulus of an plus an is converges. Okay, is converges. അപ്പോൾ നമുക്ക് ഈ സീരീസ് കൺവേർജസ് എന്ന് പറയാന്നുള്ളതല്ല നമ്മുടെ എയിം. നമ്മുടെ എയിം എന്താണ്? ദ സീരീസ് an is converges ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക്. ഓക്കെ, അത് എന്ത് ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യാം. നമുക്ക് an എന്താ ചെയ്യുക, സീരീസ് an എന്നുള്ളതിനെ ജസ്റ്റ് എങ്ങനെ എഴുതാം, an പ്ലസ് മോഡുലസ് ഓഫ് an മൈനസ് മോഡുലസ് ഓഫ് an. ഇതുപോലെ ഇതിനെ തന്നെ എങ്ങനെ എഴുതാം നമുക്ക്, ജസ്റ്റ് സിഗ്മ an പ്ലസ് മോഡുലസ് ഓഫ് an മൈനസ് സിഗ്മ മോഡുലസ് ഓഫ് an. ഓക്കെ, ഇവിടെ എന്താണ് നമുക്കറിയാം, രണ്ട് സീരീസ് ആക്കി എഴുതാം അല്ലേ. അപ്പോൾ ഈ സീരീസും കൺവേർജൻ്റ് ആണ്, ഈ സീരീസും കൺവേർജൻ്റ് ആണ്. ഈ RHSലെ രണ്ട് സീരീസും കൺവേർജൻ്റ് ആയതുകൊണ്ട് തന്നെ ബൈ ദി പ്രോപ്പർട്ടി ഓഫ് സീരീസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദി സീരീസ് ഈസ് ഓൾസോ കൺവേർജൻ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് എന്താണ്, ദി സീരീസ് an ഈസ് കൺവേർജൻ്റ്. ചെറിയൊരു തിയറാണ്. എവരി അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് സീരീസ് ഈസ് കൺവേർജൻ്റ്. ഇപ്പോൾ സീരീസ് നമ്മൾ ക്വസ്റ്റ്യനൊക്കെ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ എന്ത് പറയാൻ പറ്റും, ദ സീരീസ് ഈസ് ഓൾസോ കൺവേർജൻ്റ് എന്ന് പറയാം. ഓക്കെ, ഇത് മാറിപ്പോയത് അബ്സല്യൂട്ട്ലി കൺവേർജൻസിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കണ്ടീഷണൽ കൺവേർജൻസ് നമ്മൾ പറഞ്ഞിട്ടില്ല. അബ്സല്യൂട്ട്ലി കൺവേർജൻസ് സീരീസിൻ്റെ കേസിൽ എന്താവും, ഗിവൺ സീരീസ് പാരന്റ് സീരീസ് ഈസ് ഓൾസോ കൺവേർജൻ്റ് ആണ്. ഓക്കെ, now we have to do some program. Test the following series for converges and absolute converges. ഓക്കെ, അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമുക്ക്. ഇത് ഒരു അബ്സല്യൂട്ട് കൺവേർജൻസ് സീരീസ് ആണോ, അതോ കണ്ടീഷണലി കൺവേർജൻസ് സീരീസ് ആണോ, അതോ ഡൈവേർജൻസ് സീരീസ് ആണോ, ഏത് സീരീസ് ആണോ എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഗിവൺ സീരീസ് ഏതാണ്, സിഗ്മ n ranging from 1 to infinity എന്നുള്ള സീരീസ് ഏതാണ്, സിഗ്മ n ranging from 1 to infinity മൈനസ് 1 raised to n by root n അല്ലേ, സീരീസ് ആണ്. ഓക്കെ, അതാണെങ്കിൽ നമുക്കൊന്ന് കുറച്ച് ടേം എഴുതി നോക്കാം. ഇതൊക്കെ ഫസ്റ്റ് ടേം എന്താ കിട്ടുക, n = 1 എന്ന് കൊടുക്കുമ്പോൾ -1 എന്നാണ് കിട്ടുക അല്ലേ. n = 2 കൊടുക്കുമ്പോൾ -1 സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് ആവും, ദെൻ 1/√2. പിന്നെ n = 3 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -1/√3 പ്ലസ് 1/√4. ഓക്കെ, ഈ ഒരു ഫോമിൽ പോകുന്ന സീരീസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഏത് സീരീസ്, അപ്പോൾ അതിൻ്റെ കൺവേർജൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താണ് നമുക്ക്, ദിസ് ഈസ് ആൾട്ടർനേറ്റീവ്ലി നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആണ്. ഓക്കെ ആണല്ലോ, ആൾട്ടർനേറ്റീവ്ലി നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആണ്. ഇതിൻ്റെ മോഡുലസ് വാല്യൂ എടുത്താൽ എന്താണ്, മോഡുലസ് ഓഫ് ക്ലിയർ ആണല്ലോ നമുക്ക്, മോഡുലസ് ഓഫ് a1 is greater than or equal to modulus of a2 is greater than or equal to modulus of a3 ആണ്. സംശയം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാൻ മാത്രമല്ല, 1 is greater than or equal to 1/√2 ആണ്, 1/√2 is greater than or equal to 1/√3 ആണ്. ജനറൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്ത് നോക്കാം. n is less than or equal to എന്താണ്, n+1 ആണ്. സോ റൂട്ട് ഓഫ് n is less than or equal to റൂട്ട് ഓഫ് n+1 ആയിരിക്കും. സോ 1/√n is greater than or equal to 1/√n+1 ആയിരിക്കും. സോ 1/√n എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ മോഡുലസ് ഓഫ് an is greater than or equal to മോഡുലസ് ഓഫ് an+1 ഫോർ എവറി n ആയതുകൊണ്ട് തന്നെ ഈ സീക്വൻസ് എന്താണ്, ഒരു ഡിക്രീസിങ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓൾസോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, മോഡുലസ് ഓഫ് n എന്ന് പറയുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, മോഡുലസ് ഓഫ് n എന്ന് പറയുമ്പോൾ 1/√n ഇറ്റ് ഈസ് ക്ലിയർലി ഈക്വൽ ടു 0 ആണ്. അതായത് ഇപ്പോൾ ഇതെന്തായി, ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ എല്ലാ കണ്ടീഷനും ഈ ഒരു സീരീസ് സാറ്റിസ്ഫൈ ചെയ്തില്ലേ. ആൾട്ടർനേറ്റീവ്ലി നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആണ്, ആൻഡ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദി ടേംസ് ആർ ഡിക്രീസിങ് ടു 0 ആണെന്നും കിട്ടി. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റീവ് സീരീസിൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്തറിയാം, എവറി ആൾട്ടർനേറ്റീവ് സീരീസ് ഈസ് കൺവേർജൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസും എന്ന് പറയാൻ പറ്റും നമുക്ക് കൺവേർജൻ്റ് ആണെന്ന് പറയാം. ഈ സീരീസ് നമുക്ക് തന്ന ഈ സീരീസ് ആണ് കേട്ടോ. ഓക്കെ, ഈ തന്ന സീരീസ് എന്താണെന്ന് കിട്ടി, നമുക്ക് കൺവേർജൻ്റ് ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കിത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണോ അതോ കണ്ടീഷണലി കൺവേർജൻ്റ് ആണോ ചെക്ക് ചെയ്യണം. അതായത്
ഇതിൻ്റെ മോഡുലസ് സീരീസ് അബ്സല്യൂട്ട് സീരീസ് എടുക്കുക. അബ്സല്യൂട്ട് സീരീസും കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗിവൺ സീരീസ് ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് പറയാം. അതല്ല അബ്സല്യൂട്ട് സീരീസ് ഡൈവേർജൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് കണ്ടീഷണലി കൺവേർജൻ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ആദ്യം അബ്സല്യൂട്ട് സീരീസ് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. സിഗ്മ എൻ റേഞ്ചിങ് ഫ്രം 1 to infinity. ഇതിൻ്റെ അബ്സല്യൂട്ട് സീരീസ് നമുക്ക് എന്താണ് വരിക? മോഡുലസ് ഓഫ് -1 ഹോൾ റേസ് ടു n ബൈ റൂട്ട് എന്ന് പറയുമ്പോൾ ഇതുണ്ടാവില്ല അല്ലേ? ജസ്റ്റ് 1 ബൈ റൂട്ട് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? സിഗ്മ എൻ റേഞ്ചിങ് ഫ്രം 1 to infinity മോഡുലസ് ഓഫ് n കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ ഉണ്ടാവുക? സിഗ്മ എൻ റേഞ്ചിങ് ഫ്രം 1 to infinity 1 ബൈ റൂട്ട് എന്നാണ് ഉണ്ടാവുക. ഈ സീരീസ് എഴുതിയാൽ എന്താ നമുക്ക് കിട്ടുക? നമുക്ക് മുന്നേ പഠിച്ചൊരു സീരീസാണ് 1 + 1 by root 2 plus 1 by root 3 plus 1 by root 4 plus അല്ലേ എക്സെട്രാ എന്ന് പോകുന്നൊരു സീരീസാണ്. ഇതിനൊന്ന് ജസ്റ്റ് ഞാൻ വേറെ രീതിയിൽ റീറൈറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആ ഫോം കിട്ടും. 1 + 1 by 2 raised to 1 by 2 plus 1 by 3 raised to 1 by 2 plus എക്സെട്രാ. ഇതിന് ജനറൽ ടേം വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്നറിയോ? plus 1 by n raised to 1 by 2 plus എക്സെട്രാ എന്ന് എഴുതാം. ഈ സീരീസ് ഏതാണ്? നമ്മൾ പഠിച്ചൊരു സീരീസാണ്. കിട്ടുന്നുണ്ടോ? ഇറ്റ് ഈസ് എ പി സീരീസ് വിത്ത് പി ഈസ് ഈക്വൽ ടു 1/2 അല്ലേ? ഇറ്റ് ഈസ് എ പി സീരീസ് വിത്ത് പി ഈസ് ഈക്വൽ ടു ഏതാണ്? 1/2. അപ്പം നമുക്ക് പി സീരീസിൻ്റെ കേസിൽ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്താണ്? പി സീരീസ് ഈസ് കൺവേർജൻറ്റ് ഇഫ് പി ഗ്രേറ്റർ ദാൻ 1 and P series is divergent if P is less than or equal to 1 ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എന്താവും? P is equal to 1/2 ആയതുകൊണ്ട് തന്നെ this series is divergent. അതായത് അബ്സല്യൂട്ട് സീരീസ് എന്താണ് കിട്ടും? നമുക്ക് ഒരു ഡൈവേർജൻറ്റ് സീരീസ് ആണ്. അപ്പോൾ ഗിവൺ സീരീസ് ഈസ് കൺവേർജൻറ്റ് ബട്ട് അബ്സല്യൂട്ട് സീരീസ് ഈസ് ഡൈവേർജൻറ്റ് ആയതുകൊണ്ട് തന്നെ this series is conditionally convergent എന്ന് പറയാം. Okay, now the second problem, sigma n ranging from 1 to infinity n is equal to sigma n ranging from 1 to infinity cos n pi by 2 raised to n. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ ഫസ്റ്റ് ഈ സീരീസിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ അബ്സല്യൂട്ട് സീരീസിൻ്റെ ചെക്ക് ചെയ്യാം. നമുക്ക് ഈ കോസും സൈനൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മോഡുലസ് ഓഫ് കോസ് വാല്യൂ മോഡുലസ് ഓഫ് സൈൻ വാല്യൂക്ക് എന്താണ്? മാക്സിമം പോയ 1 ആണ് അല്ലേ മോഡുലസ് വാല്യൂ. അപ്പോൾ നമുക്ക് ഈ സീരീസ് ഒക്കെ ഈ 1/2 റേസ് ചെയ്യാനൊക്കെയുള്ള സീരീസ് എപ്പോഴും ഒരു പരിചയമുള്ള സീരീസാണ് അല്ലേ? ഒരു കൺവേർജൻസ് നമുക്ക് അറിയാവുന്ന ഒരു സീരീസാണ്. അപ്പം അങ്ങനെയുള്ള കേസ് നമുക്ക് ഈ സീരീസ് അബ്സല്യൂട്ട് കൺവേർജൻസ് സീരീസ് ആണ് എന്ന് കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ സീരീസ് എന്ത് പറയാൻ പറ്റും? അതൊരു കൺവേർജൻസ് സീരീസ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ആ സീരീസിൻ്റെ കൺവേർജൻസ് പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനത്തെ കേസിൽ. ഓക്കെ, നിങ്ങൾക്ക് ഒരു അബ്സല്യൂട്ട് കൺവേർജൻ്റ് ആവും എന്ന് തോന്നുന്ന കേസുകൾ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. ഈ കേസിൽ വേണമെങ്കിൽ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? അബ്സല്യൂട്ട് സീരീസിൻ്റെ കൺവേർജൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സിഗ്മ എൻ റേഞ്ചിങ് ഫ്രം 1 to infinity മോഡുലസ് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്ത് വരും? സിഗ്മ എൻ റേഞ്ചിങ് ഫ്രം 1 to infinity മോഡുലസ് ഓഫ് cos n pi by 2 raised to n. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മോഡുലസ് ഓഫ് കോസ് n pi എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 1 ആണ് വരുന്നത്. തന്നെ ഇക്വൽ ടു സിഗ്മ n റേഞ്ചിങ് ഫ്രം 1 to infinity 1/2 raised to n എഴുതാം. നമുക്ക് എഴുതിപ്പോലെ 1/2 raised to n എന്ന് പറയുന്ന സീരീസ് ഏതാണിത്? ഏതാണ്? which is a geometric series with first term 1/2 and common ratio is also 1/2 അല്ലേ? അപ്പോൾ നമുക്കറിയാം ജോമെട്രിക് സീരീസ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആർ ഈസ് ലെസ് ദാൻ 1 ആൻഡ് ഡൈവേർജൻറ്റ് ഇഫ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ കോമൺ റേഷ്യോ ആർ എന്താണ് വരുന്നത്? 1/2 ആണ്. ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് തന്നെ കിട്ടും നമുക്ക് ഈ സീരീസ് ഒരു കൺവേർജൻറ്റ് സീരീസ് ആണ് കിട്ടും. അതായത് എന്താണ്? നമ്മുടെ അബ്സല്യൂട്ട് സീരീസ് ഈസ് കൺവേർജൻറ്റ് എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് the given series is also convergent. എന്താണ് പറഞ്ഞത്? സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു. നമ്മൾ ജസ്റ്റ് ആദ്യം തന്നെ അബ്സല്യൂട്ട് സീരീസിൻ്റെ
കൺവേർജൻസ് ആണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അബ്സല്യൂട്ട് സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ എൻ റേഞ്ചിങ് ഫ്രം 1 to infinity മോഡുലസ് ഓഫ് കോസ് n പൈ ബൈ 2 റേസ് ടു n എന്ന് കിട്ടും. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് കോസ് വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം 1 വരുന്നുണ്ട്. നമ്മൾ ഇതിന് 1/2 റേസ് ടു n എഴുതി. ഈ സിഗ്മ 1/2 റേസ് ടു n എന്ന് പറയുന്നത് എ ജിയോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം 1/2 ആൻഡ് കോമൺ റേഷ്യോ 1/2 ആണ്. നമുക്കറിയാം ഒരു ജിയോമെട്രിക് സീരീസ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആർ ഈസ് ലെസ് ദാൻ 1 ആകും. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് കിട്ടും? ഈ അബ്സല്യൂട്ട് സീരീസ് എന്താണെന്ന് കിട്ടി? ഒരു കൺവേർജൻറ്റ് സീരീസ് ആണെന്ന് കിട്ടി. സോ ഹെൻസ് ദ ഗിവൺ സീരീസ് ഈസ് ഓൾസോ കൺവേർജൻറ്റ് അല്ലേ? തീരം പറഞ്ഞത് അതാണ്. നമുക്ക് എല്ലാ അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസും കൺവേർജൻ്റ് ആണ് നമ്മളെ തീരം പറഞ്ഞത്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് തന്ന സീരീസ് എന്താണെന്ന് പറയാൻ പറ്റും? ഒരു കൺവേർജൻറ്റ് സീരീസ് ആണ് എന്ന് പറയാം. ഓക്കെ, വൺ മോർ പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. Given series is sigma n ranging from 1 to infinity minus 1 raised to n minus 1 by 2n minus. Okay, ഇതിനും കൂടെ ഒന്ന് കൺവേർജൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് സീരീസ് എന്ന് എഴുതിയാൽ നമുക്ക് എന്താ കിട്ടുക? 2n minus 1 ആണ്, അതായത് ഒരു നമ്പർ ആണല്ലേ. ഇവിടെ മൈനസ് പ്ലസ് n=1 വരുമ്പോൾ എന്താ വരിക? 1 വരും അല്ലേ. n=1 നമ്മൾ ഇവിടെ 0 ആവും. അപ്പോൾ -1 raised to 0 എന്ന് പറയുമ്പോൾ 1 ആണ്. ഇവിടെ 2 - 1 എന്ന് പറയുമ്പോൾ 1 ആണ് വരിക. സോ n is equal to 2 എന്നാവുന്ന കേസിൽ 2 × 2 4 ആണ്. 4 - 1 എന്ന് പറയുമ്പോൾ 3 വരും. 1 - 1/3 പ്ലസ് 1/5 മൈനസ് 1/7 എന്നുള്ള ഈ സീരീസ് ആണ് കേട്ടോ. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ജനറൽ ടേം എന്ന് പറഞ്ഞാൽ -1 raised to n - 1/2n - 1 എക്സെട്ര അങ്ങനെ പോകുന്ന ഈ ഒരു സീരീസാണ്. ഓക്കെ, അപ്പോൾ ഈ സീരീസ് കൺവേർജൻ്റ് ആണോ, കണ്ടീഷണലി കൺവേർജൻ്റ് ആണോ, അതോ അബ്സല്യൂട്ട് കൺവേർജൻ്റ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ സീരീസിൻ്റെ ഒന്ന് ചെയ്യാം. ഈ സീരീസ് എന്ന് പറയുന്നത് ക്ലിയർലി ഇറ്റ് ഈസ് എന്താണ്? ആൾട്ടർനേറ്റീവ്ലി -1 പോസിറ്റീവ്. അങ്ങനെ ആൾട്ടർനേറ്റീവ്ലി -1 പോസിറ്റീവ് വരുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ മാക്സിമം അതൊരു ആൾട്ടർനേറ്റീവ് സീരീസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ശ്രമം നടത്താം. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ എളുപ്പം അതാണ്. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റീവ്ലി -1 പോസിറ്റീവ് ആണ്. ഇനി ഡിക്രീസിങ് സീക്വൻസ് ആണോ എന്ന് നോക്കണം. ഇവിടെ an എന്താണ്? നമുക്ക് മോഡുലസ് ഓഫ് an എന്താണ്? നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ മോഡുലസ് ഓഫ് an ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് an + 1 ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. ഇവിടെ മോഡുലസ് ഓഫ് an എന്ന് പറയുന്നത് എന്താണ്? 1/2n - 1 ആണ് ആണല്ലോ. മോഡുലസ് ഓഫ് an + 1 എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? ശരിക്കും മോഡുലസ് ഓഫ് an + 1 പറഞ്ഞാൽ എന്താണ്? ഇവിടെ n + 1 കൊണ്ട് റീപ്ലേസ് ചെയ്താൽ എന്താ വരിക? n + 1 കൊണ്ട് റീപ്ലേസ് ചെയ്താൽ 1/2n. ഇവിടെ +2 - 1 പറയുമ്പോൾ 1/2n + 1 അല്ലേ. അപ്പോൾ മോഡുലസ് ഓഫ് an എന്ന് പറഞ്ഞാൽ 1/2n - 1, മോഡുലസ് ഓഫ് an + 1 എന്ന് പറഞ്ഞാൽ 1/2n + 1 ആണ്. അപ്പോൾ നമുക്കൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ് എന്നുള്ളത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? 1/2n - 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2n + 1 ആണ് പ്രൂവ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് പ്രൂവ് ചെയ്തുകൂടെ നമുക്ക്? 2n - 1 ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n + 1. ക്ലിയർ അല്ലേ? n പോസിറ്റീവ് ആണ് നമുക്കറിയാലോ. ഫോർ എവറി n ഫ്രം 1 2 3 എക്സെട്ര. അപ്പോൾ ഈ ഇക്വാളിറ്റി എപ്പോഴും ശരിയായിരിക്കും. ഇത് 2n നിന്ന് 1 കുറയ്ക്കുന്നതാണ്. ഇവിടെ 2nക്ക് 1 ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 2n - 1 ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n + 1 ആയതുകൊണ്ട് തന്നെ റെസിപ്രോക്കൽ എടുത്താൽ 1/2n - 1 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2n + 1 ഫോർ എവറി n. It means that modulus of an is greater than or equal to modulus of an + 1 for every n. That is, it means that the series is decreasing. Okay. അപ്പോൾ ഇത് ഡിക്രീസിങ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതിൻ്റെ ലിമിറ്റ് ക്ലിയർ ആണ്. ഇതിൻ്റെ ലിമിറ്റ് എന്ത് തന്നെയാണ്? 1/2n - 1. നമ്മൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഈസ് ഈക്വൽ ടു 0 ആണ്. ഇതൊക്കെ അതിൻ്റെ ഓരോ വേറെ വേർഷൻസ് ആണ്. 1/2n - 1 പറഞ്ഞാൽ ഇതിന് ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതോറും ഈ ഒരു ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ക്ലിയർലി ഇറ്റ് ഈസ് ആൻ ആൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആൻഡ് ദ അബ്സല്യൂട്ട് terms are decreasing to 0 ആയതുകൊണ്ട് തന്നെ ഈ സീരീസ് ഒരു ആൾട്ടർനേറ്റീവ് സീരീസ് ആണ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കൺവേർജന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്ന സീരീസ് എന്താണെന്ന് കിട്ടി? ഒരു കൺവേർജന്റ് സീരീസ് ആണ് എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. നൗ എന്താണ്? ഇനി അബ്സല്യൂട്ട് സീരീസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുക. അബ്സല്യൂട്ട് സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ? അബ്സല്യൂട്ട് സീരീസ് അപ്പോൾ എന്താണ് വരിക? സിഗ്മ n റേഞ്ചിങ് ഫ്രം
1 to infinity modulus of an is equal to sigma n ranging from 1 to infinity modulus of an എന്ന് കൊടുക്കുമ്പോൾ 1/2n minus 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ സീരീസ് ജസ്റ്റ് നേരത്തെ എഴുതിയപോലെ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്താ വരിക? n equal to 1 കൊടുക്കുമ്പോൾ 1 വരും, n equal to 2 കൊടുക്കുമ്പോൾ 4 minus 1 3 1 plus 1/3 plus 1/5 plus 1/7 അല്ലേ? ഇങ്ങനെ പോകുന്ന ഒരു സീരീസാണ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സീരീസിന് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ? ഇപ്പം നമ്മൾ കുറേ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട് കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ. അപ്പോൾ അത് അവിടെ മാത്രമല്ല, എവിടെയാണോ ആവശ്യം വരുന്നത് അവിടെ യൂസ് ചെയ്യണം. ഇവിടെ ഏതാണോ സിമ്പിൾ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 1/2n മൈനസ്, അപ്പം നമുക്കിവിടെ റേഷ്യോ ടെസ്റ്റ് ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെടുക്കാം? ജസ്റ്റ് bn ഈസ് ഈക്വൽ ടു സിഗ്മ bn ആയിട്ട് സിഗ്മ 1/n എന്ന് എടുത്തു നോക്കാം. സിഗ്മ 1/n. അപ്പോൾ സിഗ്മ 1/n എന്നുള്ള സീരീസ് നമുക്ക് എന്തറിയാം? ഇറ്റ് ഈസ് എ പി സീരീസ് വിത്ത് പി ഈസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു ഡൈവേർജന്റ് സീരീസ് ആണ് അല്ലേ? ഒരുപാട് പ്രാവശ്യം ചെക്ക് ചെയ്ത സീരീസ് ആണ്. സിഗ്മ 1/n എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പി സീരീസ് വിത്ത് പി ഈസ് ഈക്വൽ ടു 1 ആണ്. പി സീരീസ് എന്താണ്? പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ന് ഡൈവേർജൻ്റ് ആണ്. പി ഗ്രേറ്റർ ദാൻ 1ന് മാത്രമേ അതെന്താവുള്ളൂ? കൺവേർജൻ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ എടുത്തിയ സീരീസ് ഡൈവേർജന്റ് സീരീസ് ആണ്. ഓക്കെ, now consider the ratio an/bn. Limit n tends to infinity modulus of an/bn. Okay, അപ്പോൾ എന്താ വരിക? ലിമിറ്റ് n tends to infinity എന്ന് പറയുമ്പോൾ modulus of n 1/2n minus 1/1/n അല്ലേ? That is limit n tends to infinity n/2n minus 1 നമുക്ക് എന്ത് ചെയ്താം? n ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 2 minus 1/n ചെയ്താം. എഴുതിക്കൂടെ? Okay, then this n and n can be cancelled ചെയ്ത് കഴിഞ്ഞാൽ limit n tends to infinity 1/2 minus 1/n ഇങ്ങനെ ഉണ്ടാവും അല്ലേ? സോ ലിമിറ്റ് n tends to infinity എന്ന് പറയുമ്പോൾ ഈ ടേം ഉണ്ടാവും 1/n is equal to 0 ആവും. സോ ആൻസർ ഈസ് ലിമിറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 1/2 എന്നാവും. 1/2 ഈസ് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ദെൻ ബൈ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് വി ഹാവ് if the limit n tends to infinity modulus of an/bn is greater than 0 and if the series bi is divergent then the series ai is also divergent. എന്താണ് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത്? If the limit n tends to infinity modulus of an/bn is greater than 0 and if the series bi is divergent then the series ai is also divergent. അതാണ് നമ്മളിവിടെ ചെയ്തത്. ലിമിറ്റ് n tends to infinity modulus of an/bn is equal to 1/2 which is greater than 0 and also the given the taken series bi is divergent. Then by ratio comparison test the series sigma n ranging from 1 to infinity modulus of an is equal to sigma n ranging from 1 to infinity 1/2n minus 1 is divergent. Is divergent. അപ്പോൾ എന്ത് കിട്ടി? the given series, ഈ സീരീസ് നമ്മൾ ആദ്യം എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? അതൊരു കൺവേർജൻ്റ് ആണ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അബ്സല്യൂട്ട് സീരീസ് എന്താണ്? ഡൈവേർജൻ്റ് ആണ്. Given series is convergent but the absolute series is divergent. So sigma ai is എന്താണ്? sigma ai is conditionally convergent. Sigma ai is conditionally convergent. Okay, ഇത്രയാണ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സോ നെക്സ്റ്റ് ടൈം ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ താങ്ക് യു.